അവവദിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ. അതുപോലെ കഴിഞ്ഞ അധ്യായത്തിൽ ഈ പ്രപഞ്ചം ഉണ്ട് എന്ന ധാരണയോടുകൂടി എല്ലാം കൈകാര്യം ചെയ്തു. അപ്പോൾ അതിനൊരു സൃഷ്ടാവ് വേണം. ആ സൃഷ്ടാവിനെ പരമേശ്വരനിൽ കണ്ടു. ആ പരമേശ്വരന്റെ സങ്കല്പമാത്രം കൊണ്ടാണ് ഈ ലോകം ഉണ്ടായത് എന്നൊക്കെ അവിടെ പറഞ്ഞു. പിന്നെ സൃഷ്ടിവാദത്തിലെ ഒരു വാദം ഗുരു നിരാകരിക്കുകയും വേറൊരു വാദം ഗുരു സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പരമേശ്വരനെ സങ്കല്പിക്കുകയും ആ പരമേശ്വരന്റെ സങ്കല്പമാത്രം കൊണ്ട് ഈ ലോകം എല്ലാം ഉണ്ടായി എന്ന് സങ്കല്പിക്കുകയും ചെയ്തു. ഇവിടെ ആ പരമേശ്വരന്റെ സ്ഥാനത്ത് കാണുന്നത് ചൈതന്യത്തെയാണ്. ഏതാണ് ഈ ചൈതന്യം? ഈ അധ്യായത്തിന്റെ സ്വഭാവം കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതിനെയൊക്കെ നേരെ തിരിച്ചെടുക്കുകയാണ്. പറഞ്ഞതിനെ തിരിച്ചെടുക്കുന്ന പറയുന്നില്ലേ, അതുപോലെ വേദാന്തത്തിൽ പറഞ്ഞതിനെ തിരിച്ചെടുക്കുന്ന ഒരു സ്വഭാവമാണ് അധ്യാരോപ ദർശനവും അപവാദ ദർശനവും തമ്മിലുള്ളത്. അധ്യാരോപ ദർശനത്തിൽ പറഞ്ഞതിനെ ഇങ്ങനെ തിരിച്ചെടുക്കുക. ഏതിനെ തിരിച്ചെടുക്കുന്നു? പ്രപഞ്ചം ഉണ്ട് എന്ന സങ്കല്പത്തെ തിരിച്ചെടുത്തിട്ട് അവസാനം പ്രപഞ്ചം ഇല്ല എന്നുള്ള ധാരണയിലേക്ക് വരുന്നു. ഈ അധ്യായത്തിന് നടരാജ ഗുരു കൊടുത്തിട്ടുള്ള പേര് മെത്തഡോളജി എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണം? വേദാന്തത്തിൽ സ്വീകരിച്ചു പോരുന്ന ഒരു മെത്തേഡുണ്ട്, സത്യാന്വേഷണപരമായ ചിന്ത. സത്യാന്വേഷണപരമായ ചിന്തയിൽ വേദാന്തത്തിൽ സ്വീകരിച്ചു പോരുന്ന ഒരു രീതിയാണ് കാരണവാദം. കാരണവാദം എന്നാൽ അതിനെ കാര്യം കാരണം എന്ന തരത്തിൽ രണ്ടായി തരംതിരിക്കുന്നു ഉള്ളതിനെ. ഏതാണ് കാര്യം? ഉണ്ടായതേതോ അത് കാര്യം. ഏതിൽ നിന്ന് ഉണ്ടായോ അത് കാരണം. ഇപ്പോൾ കളിമണ്ണുണ്ട്. കളിമണ്ണ് കുഴച്ച് അത് മോൾഡ് ചെയ്താൽ കലമാവും. അപ്പൊ കളിമണ്ണിൽ നിന്നും കലം എന്ന ഒരു വസ്തു നമുക്ക് കിട്ടി. അവിടെ കലം കാര്യം, കളിമണ്ണ് കാരണം. കാരണത്തിൽ തന്നെ ഈ അപവാദ ദർശനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. കാര്യത്തെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് ഉപാദാന കാരണമെന്നും നിമിത്ത കാരണമെന്നും. ഇപ്പോൾ കളിമണ്ണ് കൊണ്ടുവച്ച് തന്നെത്താൻ അത് കലമാവുകയില്ല. കളിമണ്ണ് എന്ന വസ്തു ആണ് കലമായി തീർന്നത്. അതുകൊണ്ട് കലത്തിൽ ഇരിക്കുന്ന സത്യം കളിമണ്ണാണ്. ആ നിലയ്ക്ക് കലത്തിന്റെ മെറ്റീരിയൽ കോസ് ഉപാദാന കാരണമാണ് മണ്ണ്. അത് തന്നെത്താൻ കലമാവുകയില്ല. അവിടെ ഒരു കുശവന്റെ സഹായം ആവശ്യമുണ്ട്. ആ കുശവനെ ഇവിടെ നിമിത്ത കാരണം എന്ന് വിളിക്കും. ഇത് ഇന്ത്യക്കാരുടെ കാരണസങ്കല്പമാണ്. പാശ്ചാത്യ ലോകത്താണെങ്കിൽ മെറ്റീരിയൽ കാസ് ആണ് ഉപാദാന കാരണം, എഫിഷ്യൻ കാസ് ആണ് നിമിത്ത കാരണം, പിന്നെ ഒരു ഫോർമൽ കാസ്, ഒരു ഫൈനൽ കാസ്. ഇങ്ങനെ 4 തരം കാരണങ്ങളെ അവര് വകതിരിച്ച് കാണുന്നുണ്ട്. ഫോർമൽ കാസ് എന്ന് പറഞ്ഞാൽ ഈ കുടത്തെ സംബന്ധിക്കുന്ന ഒരു രൂപസങ്കല്പം നേരത്തെ ഉണ്ടായിരിക്കണം. ആ സങ്കല്പം ഇല്ലെങ്കിൽ കുടം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ ഫോർമൽ കാസ് എന്ന് വിളിച്ചു. പിന്നെ ഫൈനൽ കാസ്, ഇതിന്റെ ഉപയോഗം എന്തിനു കൊള്ളാം ഇത് ഉണ്ടാക്കിയാൽ, അങ്ങനെയുള്ള ഒരു അന്തിമമായിട്ടുള്ള പ്രയോജന സങ്കല്പം കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ടാകണം. ഇന്ത്യക്കാരാകട്ടെ ഈ ഫോർമൽ കാസിനെയും ഫൈനൽ കാസിനെയും എവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നു? കുശവനിൽ തന്നെ ഇരിക്കുന്നതായിട്ട് കാണുന്നു. അതായത് നിമിത്ത കാരണത്തിൽ തന്നെ ഇരിക്കുന്നതായി കാണുന്നു. ഏതായാലും ഇങ്ങനെയുള്ള കാരണസങ്കല്പങ്ങൾ ഉണ്ട്. അതിൽ സത്യമേത് അസത്യമേത് എന്ന് അന്വേഷിക്കുമ്പോൾ കുടത്തിന്റെ കാര്യം എടുത്താൽ അതിൽ സത്യമേതാണ്? മണ്ണാണ് സത്യം. അപ്പോൾ കുടത്തിന് സത്യത്തിന്റെ സ്ഥാനമില്ല. പിന്നെയോ അവിടെ അസത്യമെന്ന് പറയും. പിന്നെ അതിന് വ്യാവഹാരികമായ ഉണ്മയുണ്ട്. ശങ്കരാചാര്യര് സത്യത്തെ വ്യാവഹാരികം, പാരമാർത്ഥികം, പ്രാതിഭാസികം ഇങ്ങനെയൊക്കെയുള്ള വകതിരിവുകൾ സത്യത്തെ സംബന്ധിച്ചും കാരണത്തെ സംബന്ധിച്ചും അസത്യത്തെ സംബന്ധിച്ചും ഒക്കെ നിലവിലുണ്ട്. അതിൽ പലതരത്തിലുള്ള വാദങ്ങൾ നിലവിലുള്ളതിൽ ശങ്കരാചാര്യർക്ക് സ്വീകാര്യമായിട്ടുള്ളത് സത് കാരണവാദമാണ്. കാരണവാദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ കളിമണ്ണിന്റെയും കുടത്തിന്റെയും ഉദാഹരണം എടുത്താൽ സത്ത് എന്ന് പറയുന്നത് അവിടെ കളിമണ്ണാണ്. കുടം
എന്നുള്ളത് അസത്യമല്ല. അവിടെ പ്രതീതി എന്നുള്ള വാക്കൊന്നും പറയുന്നില്ല. സത്ത് അസത്ത് എന്നുള്ള വകതിന് മാത്രമേ പറയുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞ കാര്യം അസത്താണ്, കാരണം ആണ് സത്ത് എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളാണ് ആര്? ശങ്കരാചാര്യ. നാരായണ ഗുരുവും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ വേറെ വാദങ്ങൾ പലതും നിലവിലുണ്ട്. സത്കാര്യവാദമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. സത്കാര്യവാദം ആർക്കാണ് സ്വീകാര്യമായിട്ടുള്ളത്? രാമാനുജാചാര്യർക്കാണ് സ്വീകാര്യമായിട്ടുള്ളത്. സത്കാര്യവാദത്തിൽ സത്യമേതാണ്? സത്യം നമുക്ക് തോന്നും കാര്യമാണ് സത്യം എന്ന് രാമാനുജാചാര്യ കരുതുന്നു. അങ്ങനെയല്ല, കാരണവും കാര്യവും ഒരുപോലെ സത്യമാണ് എന്നുള്ള വാദക്കാരാണ് ആര്? സത്കാര്യവാദികൾ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ചൈതന്യാത് ആഗതം സ്ഥൂല സൂക്ഷ്മാത്മകം ഇതം ജഗത്. ചൈതന്യത്തിൽ നിന്നും ആഗതമാണ്, ഉണ്ടായതാണ് സ്ഥൂലവും സൂക്ഷ്മവും നിറഞ്ഞ ഈ പ്രപഞ്ചം. ഇതം ജഗത്. അസ്തി ചേത് സദ്ഘനം സർവം, നാസ്തി ചേത് അസ്തി ചിദ്ഘനം. അപ്പോൾ ഇതിനകത്ത് രണ്ട് വാക്കുകൾ, മർമ്മപ്രധാനമായ രണ്ട് വാക്കുകൾ ഉണ്ട്. ആദ്യത്തേത് ചൈതന്യം. ചൈതന്യത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. എന്തൊക്കെ ഉണ്ടായി? സ്ഥൂലവും സൂക്ഷ്മവും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് അർത്ഥമാക്കും? നാരായണ ഗുരുവിന്റെ ദർശനത്തിൽ ഒരിടത്ത് പോലും ജീവൻ എന്ന പ്രയോഗം വരുന്നില്ല. ജീവനെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, പക്ഷെ അങ്ങനെ ഒരു സങ്കല്പം നാരായണ ഗുരു ദർശനത്തിൽ വരുന്നില്ല. ശങ്കര ദർശനത്തിൽ വളരെ പ്രധാനമാണ്. ജീവോ ബ്രഹ്മേതി നാപരഹ. ആദ്യകാലത്ത് ജീവൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത് ഇതേ അർത്ഥത്തിൽ തന്നെയാണ്. ഏതർത്ഥത്തിൽ? ഇൻഡിവിജ്വൽ ലിവിങ് ബീയിങ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. പിന്നെ വെസ്റ്റേൺ തിയോളജിയിലാണ് ഈ ശരീരം ജീവൻ എന്ന ഭേദകൽപ്പനയ്ക്ക് സ്ഥാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ പരമേശ്വരന്റെ സ്ഥാനത്ത് ഇവിടെയുള്ളത് എന്താണ്? ചൈതന്യമാണ്. ഈ ചൈതന്യവും ഇതേ ശ്ലോകത്തിന്റെ തന്നെ അവസാന ഭാഗത്ത് വരുന്ന ചിത്തും തമ്മിലെന്താ ബന്ധം? ഈ ഒരൊറ്റ ശ്ലോകത്തിൽ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഒന്ന് ചൈതന്യം, സകലതിന്റെയും പ്രഭവസ്ഥാനമായിരിക്കുന്ന ചൈതന്യം. ഏറ്റവും അവസാനം വരുന്ന ചിത്ത്, നാസ്തി ചേതസ്തി ചിദ്ഘനം. ചൈതന്യം ക്രിയാത്മകമാണ്. ചിത്തും ചൈതന്യവും ആ സത്യത്തെ കേവലം ഒരു സത്യം എന്നുള്ള നിലയിൽ മാത്രം നമ്മളെ മനസ്സിലാക്കുമ്പോൾ അത് ചിത്താണ്. ആ സത്യത്തിൽ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ സ്വയം വെളിപ്പെട്ടു വരുവാനുള്ള ക്രിയാത്മക ശേഷി അന്തർഭവിച്ചിരിക്കുന്നു എന്ന് കാണുമ്പോൾ അതിന് ചൈതന്യം എന്ന പദവി കൈവരുന്നു. ചിത്തിൽ തന്നെ ക്രിയാത്മകത അന്തർഭവിച്ചിരിക്കുന്നതായിട്ട് കാണുമ്പോൾ, ക്രിയാത്മകമായി തീരുമ്പോൾ അതിന്റെ പേര് മായെന്നോ ലോകമെന്നോ ഒക്കെ പറയാം. ക്രിയാത്മകമായി അത് പ്രകടമായിട്ടില്ല. പ്രകടമാകാതെ ആ ക്രിയാത്മകതയെ ഉള്ളിലടക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിന് കാരണഭൂതമായി തീരാനുള്ള സകല ശേഷിയും ഉൾക്കൊണ്ടിരിക്കുന്നതായി കാണുമ്പോൾ അത് എന്തായി? ചൈതന്യമായി. ഈ ഒരു ആസ്പെക്റ്റിന് നടരാജഗുരു വളരെ സ്ഥാനം കൊടുത്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ശ്ലോകത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒന്നാം ശ്ലോകത്തിൽ ചൈതന്യാതാഗതം സ്ഥൂല സൂക്ഷ്മാത്മകം. ഞാൻ നേരത്തെ പറഞ്ഞു, ജീവൻ എന്നുള്ള വാക്ക് നാരായണ ഗുരു ജീവനും ശരീരവും എന്നുള്ള സന്ദർഭത്തിൽ വരുന്ന ജീവൻ എന്നുള്ള വാക്ക് വേദാന്തത്തിന് അസ്വീകാര്യം ഇല്ലാതില്ല. പക്ഷെ അതിന്റെ അർത്ഥം ഏതാണ്? ഞാനൊരു ജീവനാണ്, എനിക്കൊരു ജീവനുണ്ടെന്നല്ല, പിന്നെ ഞാനൊരു ജീവനാണ് എന്ന അർത്ഥത്തിൽ സ്വീകാര്യമാണ്. പക്ഷേ വെസ്റ്റേൺ തിയോളജിയിലെ ജീവസങ്കല്പം, സോൾ എന്നുള്ള സങ്കല്പം ഇന്ത്യയിലേക്ക് കടന്നു വന്ന് അത് ജീവൻ എന്നുള്ളതിനെ കവർന്നെടുത്ത് ആ അർത്ഥത്തിലാക്കി തീർത്തു എന്ന് വേണം പറയാൻ. പ്രപഞ്ചത്തെ നാരായണ ഗുരു രണ്ട് എക്സ്ട്രീംസ് ഉള്ളതായിട്ട്, ഒരു എക്സ്ട്രീം സ്ഥൂലത്തിന്റെ ഒരു അങ്ങേയറ്റം, മറ്റേ എക്സ്ട്രീമത്തിന്റെ ഇങ്ങേയറ്റം, അല്ല രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം രണ്ട് എക്സ്ട്രീംസ് ഉള്ളതായിട്ട് നമുക്ക് കാണുക. ഇപ്പോ ഇന്ദ്രിയം അത് സ്ഥൂലമോ സൂക്ഷ്മമോ ഏതിൽ പെടും? ശങ്കരാചാര്യര് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്നൊക്കെ പറയുമ്പോൾ സൂക്ഷ്മ ശരീരത്തിൽ പെടുത്തിയാണ് ഇന്ദ്രിയത്തെ കാണുന്നത്. പക്ഷെ സ്ഥൂല ശരീരത്തിന്റെ ഭാഗം കൂടിയാണ്
അല്ലേ? അപ്പൊ അത് സ്ഥൂലമാണോ സൂക്ഷ്മമാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ സത്തയുടെ ഭാഗം തന്നെ അതിസൂക്ഷ്മമായ നമ്മുടെ ബോധാംശം തൊട്ട് ഇങ്ങോട്ട് നമ്മുടെ ശരീരം വരെ നാരായണ ഗുരു അതുകൊണ്ടല്ലേ പറഞ്ഞത്, കർണവും ഇന്ദ്രിയവും കളയപരം തൊട്ടറിയും അനേക ജഗത്തും. ഒരു തിരയേട് വെച്ച് പറഞ്ഞിട്ട് ഇവിടെ നിന്നോട്ട് തുടങ്ങി പിന്നെ അങ്ങോട്ടും ഉണ്ടെങ്കിൽ വിട്ടിരിക്കുകയാണ്. എവിടെയാണ്? അനേക ജഗത്തിൽ ഉണ്ടെങ്കിൽ വിട്ടിരിക്കുക. തുടങ്ങിയത് എവിടെയാണ്? കാരണം നമ്മുടെ സത്തയുടെ ഏറ്റവും സൂക്ഷ്മാംശമായ അന്ധക്കരണത്തിൽ തുടങ്ങി അങ്ങോട്ട് ഇന്ദ്രിയം കളയപരം പിന്നെ അനേക ജഗത്ത് തൊട്ടറിയും. നമ്മുടെ ശരീരം തൊട്ട് പിന്നെ അങ്ങോട്ട് അറിയാവുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ഏതിൽപ്പെടും? ഒരു സത്തയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്, ഒരു സത്യത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ആണ്. ചൈതന്യാതാഗതം സ്ഥൂല സൂക്ഷ്മാത്മകം ഇതം ജഗത്. സ്ഥൂലവും സൂക്ഷ്മവുമായ സകലതും ഒരു ചൈതന്യത്തിൽ നിന്നും പ്രഭവിച്ചതാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു ചെയ്യുന്നത് എന്താണ്? കാര്യമേത് കാരണമേത് എന്നുള്ളത് വകതിരിച്ച് കാണിക്കുന്നത്. കാരണം എന്താണ്? ഇവിടെ ചൈതന്യം. കാര്യമേതാണ്? സ്ഥൂല സൂക്ഷ്മാത്മകമായ ഈ ജഗത്ത്. ഈ അധ്യായത്തിൽ സ്വീകരിക്കാൻ പോകുന്നത് സത്കാരണവാദമാണ്. ആ സത്കാരണവാദത്തിൽ കാര്യമേത് കാരണമേത് എന്ന് ആദ്യം തന്നെ ഗുരു വളരെ വ്യക്തമായിട്ട്, അവിടെ കാര്യകാരണം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും എടുത്ത് പറയുന്നു. എന്നിട്ടെന്ത് പറയുന്നു? അസ്ഥി ചേത് സത്സനം സർവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസ്ഥി ചേത് ഉള്ളത് എന്ന് കരുതുകയാണെങ്കിൽ, ഏതുള്ളതെന്ന് കരുതുകയാണെങ്കിൽ ഈ ലോകം സത്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് സംശയമില്ല, അതിന് ചോദ്യമില്ല. ഈ ലോകമുള്ളതാണോ അതാണല്ലോ ഉണ്ടായതെന്ന് കരുതുന്നത്. ഇപ്പോൾ കലം ഉള്ളതാണോ ഇല്ലാത്തതാണോ? മണ്ണ് തന്നെയാണ് കുടം, മണ്ണാണ് സത്യം, പിന്നെ അത് കുടമായി കാണപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെ കാരണം സത്യമായിരിക്കുന്നത് മണ്ണാണ്. അതുപോലെ ഇവിടെ കാരണസത്യമായിരിക്കുന്നത് ചൈതന്യമാണ്. അസ്ഥി ചേത് സത്ഖനം സർവം. അസ്ഥി ചേത് എന്ന് പറഞ്ഞാലോ ഉള്ളതെന്ന് കരുതുകയാണെങ്കിൽ, ഏതുള്ളതെന്ന് കരുതുകയാണെങ്കിൽ ഈ പ്രപഞ്ചം ഉള്ളതെന്ന് കരുതുകയാണെങ്കിൽ, ഉള്ളതെന്നല്ലേ പറഞ്ഞത്. ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ സംസ്കൃതത്തിലുള്ള വാക്കാണ് സത്ത്. അപ്പോ ഉള്ളതെന്ന് കരുതുകയാണെങ്കിൽ അത് സത്താണ്, സംശയമുണ്ട്. ഉള്ളത് എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നു, അതിന് സംസ്കൃതത്തിലുള്ള വാക്ക് സത്ത് എന്നാണ്. പിന്നെ കലം ഉള്ളതാണ്. ഏതുള്ളതാണ്? മണ്ണെന്നുള്ള അർത്ഥത്തിലുള്ളതാണ്, അല്ലേ? അങ്ങനെ രണ്ടു വശത്തു നിന്ന് നോക്കിയാലും, മണ്ണിന്റെ വശത്തു നിന്ന് നോക്കിയാലും കലത്തിന്റെ വശത്തു നിന്ന് നോക്കിയാലും അത് ഉള്ളതാണ്. അതുപോലെ നമ്മൾ ഉള്ളതാണെന്ന് കരുതുകയാണെങ്കിൽ ഉള്ളതാണ്. പിന്നെ അതിനൊരു സംശയമുണ്ടോ? ഉള്ളതാണെന്ന് നിങ്ങൾ പറയുന്നു, അതിന് ഭാഷയൊന്ന് മാറ്റി പറഞ്ഞു, എന്താണ്? അത് സത്താണെന്ന് പറഞ്ഞു. എന്താ വ്യത്യാസം? വ്യത്യാസമില്ല. അതുകൊണ്ടത് സത്ഖനമാണ്. പിന്നെ നാസ്തി ചേത് അസ്തി ചിത്തനം, അത് ഇല്ല എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ, ഏതില്ല എന്ന് കരുതുകയാണെങ്കിൽ ഈ ലോകം. അപ്പൊ ഈ ലോകത്തെ പറ്റി അറിയാമല്ലോ, അറിഞ്ഞിട്ടല്ലേ അത് ഇല്ലാത്തതാണെന്ന് പറയുന്നത്. അറിയാൻ പാടില്ലാത്ത ഒന്ന് അത് ഇല്ലാത്തതാണെന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത് ഒന്നും ഇല്ലാത്തതാണെന്ന് തീർച്ചയായിട്ടും പറയണം എന്നുണ്ടെങ്കിൽ അതിനെ അറിഞ്ഞിരിക്കണം. ഒന്നിനെ അറിയാം, പക്ഷെ അതില്ലാത്തതാണ്. പക്ഷെ അറിയാമല്ലോ, അല്ലേ? അറിയുക എന്നുള്ളതിന് സംസ്കൃതത്തിലുള്ള വാക്ക് ചിത്ത് എന്നാണ്. അപ്പോൾ അതില്ലാത്തതാണെന്നുണ്ടെങ്കിലും അത് ചിത്കനമാണ്, അത് അറിവിലിരിക്കുന്നു, ഇല്ലേ? അറിവായിരിക്കുന്നു. അതുകൊണ്ട് അറിവ് എന്ന തരത്തിൽ അതിനെ നിഷേധിക്കാൻ സാധിക്കുന്നില്ല. ഈ അധ്യായം മുഴുവൻ പഠിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ സത്ത് ചിത്ത് എല്ലാം കഴിഞ്ഞതിന് അവസാനം ആനന്ദം കൂടി ചേർത്ത് അവിടം സർവം ഹി സച്ചിദാനന്ദം എന്ന് പറഞ്ഞാണ് ഈ അധ്യായം നിർത്തുന്നത്. അപ്പോൾ ഗുരു സത്കാരണവാദത്തിൽ കൂടി അവസാനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ വേദാന്തത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥാനം തൊട്ട് കാണിച്ചുകൊണ്ടാണ്. സർവവും ചിദാനന്ദം തന്നെ എന്നുള്ള നിലപാട്, അത് വേദാന്തത്തിന്റെ മർമ്മപ്രധാനമായ നിലപാടുമാണ്. അസ്ഥി ചേത് സത്ഖനം സർവം. ഉള്ളതാണെന്ന് പറയുകയാണെങ്കിൽ സകലതും ഉള്ളത് തന്നെ, അപ്പൊ സത്ത് തന്നെ, സംശയമൊന്നുമില്ല. അല്ല ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അറിയാമല്ലോ, അറിയാം എന്നുള്ളത് കൊണ്ടല്ലേ ഇല്ല എന്ന് പറയുന്നത്.
ഒരു കാര്യം ഇല്ല എന്ന് തീർച്ച പറയുന്നു ഒരാൾ, അങ്ങനെ ഒന്നില്ലാത്തത് തന്നെയാണ്. അപ്പോൾ അയാൾക്ക് അറിയാമോ അറിഞ്ഞൂടെ ആ വസ്തുവിനെ പറ്റി? ഇല്ലാന്നറിയാം, പക്ഷെ ആ വസ്തുവിനെ പറ്റി അറിയാമോ? അറിഞ്ഞിട്ടില്ലേ? അറിയാതെ ഇല്ലെന്ന് അറിയാൻ പറ്റും. ഒരു വസ്തുവിനെ പറ്റി യാതൊന്നും അറിഞ്ഞുകൂടാ, അങ്ങനെ ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല എന്നല്ലേ നിങ്ങൾ പറയൂ? അതോ അങ്ങനെ ഒന്നില്ല എന്ന് നിങ്ങൾ തീർച്ച പറയൂ? അതിനെപ്പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയില്ല, അതുവരെ കേട്ടിട്ടുമില്ല. ഈ പ്രപഞ്ചം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് സത്കനമാണ്. ഇല്ലേ? ഇല്ലെന്ന് നിങ്ങൾക്ക് തീർച്ചയുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാമല്ലോ, ഇല്ലേ? അറിഞ്ഞിട്ടല്ലേ അത് ഇല്ല എന്ന് പറയുന്നത്. അറിയാൻ പാടില്ലാത്ത കാര്യം തീർച്ചയായിട്ടും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നാസ്തി ചേത്, ഇല്ല എന്ന നിങ്ങൾക്ക് തീർച്ചയുണ്ടെങ്കിൽ അത് ചിത്കരമാണ്. അത് അറിവ് എന്നുള്ള നിലയിൽ നിങ്ങളിലുണ്ട്. അപ്പോൾ അറിവ് എന്ന് പറഞ്ഞ് ചിത്താണ്. അപ്പോൾ ചിത്കനമായിട്ട് അതുണ്ട് പ്രപഞ്ചമുണ്ട്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ചിത്കനമായിട്ടുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞാൽ സത്കനമായിട്ടുണ്ട്. ഇതാണ് ഈ ശ്ലോകത്തിലെ ആകെക്കൂടിയൊരു സമ്മറി. ഇനി സത്കാരണവാദത്തിന്റെ മർമ്മത്തിലേക്ക് വരുന്നു. അന്യത് ന കാരണാത് അന്യത് ന, കാരണത്തിൽ നിന്നും അന്യമല്ല. എന്ത് കാര്യം? കാരണത്തിൽ നിന്നും കാര്യം അന്യമല്ല. കാരണമായ മണ്ണിൽ നിന്നും കാര്യമായ കുടം അന്യമല്ല. ആ ഉദാഹരണം വളരെ വ്യക്തമാണ്. അതുപോലെ ഇവിടെ കാരണം എന്താണ്? ചൈതന്യം. കാര്യം അപ്പോൾ ചൈതന്യത്തിൽ നിന്നും ഈ പ്രപഞ്ചം അന്യമല്ല. അന്യെന്ന കാരണാകാര്യം അസതേത് അഗോഖിലം. അപ്പോൾ മണ്ണിൽ നിന്നും അന്യമല്ല കുടം, അല്ലേ? ആണോ? അല്ല. അതുകൊണ്ട് നിന്ന കാരണാകാര്യം അസതേത് അസോ അഖിലം. അതുകൊണ്ട് ഈ കാണുന്ന സകലതും അസത്താണ്, ഇല്ലാത്തതാണ്. ഉള്ളത് ഏതാണ്? ചൈതന്യം. ഉള്ളത് ചൈതന്യമാണ്. നിന്ന കാരണാകാര്യം അസത കഥമുത്പത്തി. അതാണ് ഈ സത്കാരണവാദത്തിന്റെ അകത്തുകൂടി കയറി ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിയോ ലയമോ ഇല്ല എന്നുള്ളത് കൊണ്ട് സ്ഥാപിക്കുന്നത്. ഈ അധ്യായത്തിൽ കാര്യകാരണവാദത്തിലെ യുക്തി വെച്ചുകൊണ്ടുള്ള ചില തലമറിച്ചിലുകൾ, ചില കളികൾ നാരായണ ഗുരു നടത്തുന്നത് കാണാം. അതിലൊന്നാണിത്. എന്താണ്? ഇത് ഇല്ലാത്തതാണ്, ലോകമില്ലാത്തതാണെന്ന് മനസ്സിലായില്ലേ? ഏതർത്ഥത്തിൽ? അത് കാര്യമാണ്, കാരണമല്ല. കാര്യത്തിന് സ്വന്തം ഉണ്മയില്ല, കലത്തിന് സ്വന്തം ഉണ്മയില്ല. ഏതിനെ വിട്ട്? മണ്ണിനെ വിട്ട്. അതുപോലെ ഈ പ്രപഞ്ചത്തിന് ചൈതന്യത്തെ വിട്ട് സ്വന്തമായ ഉണ്മയില്ല. അപ്പോൾ ഈ ലോകമുള്ളതോ ഇല്ലാത്തതോ? ആ സന്ദർഭത്തിൽ വെച്ച് നോക്കിയാൽ ഇല്ലാത്തതാണ്. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം, ഇല്ലാത്തതിന്റെ ഉൽപ്പത്തി എവിടെയുള്ളൂ? ഇല്ലാത്തതിനെ ഈ ഇല്ലാത്തത് എന്നാ ഉണ്ടായത്? നരകൻ ചോദിക്കും. എവിടെ നിന്നാ ഉണ്ടായത്? ഇല്ല. അപ്പോ പിന്നെ ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്നുള്ള ചോദ്യം ഇല്ല. ഈ വേദാന്തത്തിലെയും സർവ തത്വശാസ്ത്രത്തിലെയും ഒരു മർമ്മപ്രധാനമായ ചോദ്യമാണ് ഈ ലോകം എവിടെ നിന്നുണ്ടായി എന്ന്. ഞാൻ ആര് എന്നുള്ളത്. അപ്പോ ഈ ലോകം എവിടെ നിന്നുണ്ടായി? അതുണ്ടായിട്ടില്ല. നാരായണ ഗുരു ആകട്ടെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ കുറച്ചുകൂടി ഒരു ട്രിക്കി വേ എന്ന് പറയാം. അതിലാണ് പറഞ്ഞിരിക്കുന്നത്, സ്വത്തപരം നാന്യതോ ജാതം. എടോ, ഈ ലോകം ഒന്നും നിന്നിൽ നിന്ന് അന്യമായി ഉണ്ടായതല്ല. ഈ ലോകം ഉണ്ടായെങ്കിൽ അതെവിടെ നിന്നുണ്ടായി? നിന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെയും ഉള്ളത് ഏതാണ്? ആത്മാവ് എന്ന് പറയുന്നതിന് പകരം ഗുരു ഇങ്ങനെ പറഞ്ഞു ഒപ്പിച്ചു. ഇവിടെയും അങ്ങനെ ചില സൂത്രപ്പടികൾ ഗുരു കാണിച്ചിട്ടുണ്ട്. എന്താണ്? അസത കഥമുത്പത്തി. അസത്തിന് ഇല്ലാത്തത് എന്റെ ഉൽപ്പത്തി, ഇല്ലാത്തതിന് ഉൽപ്പത്തി ഉണ്ടായിരിക്കുന്നത് എങ്ങനെ? പിന്നെ പറയുന്നു. അപ്പോ അത് ഉൽപ്പത്തി ഉള്ളതല്ല. അപ്പൊ പിന്നെ അനുത്പന്നസ്യ കോലയഹ, ഉണ്ടായിട്ടില്ലാത്തതിന് നാശം എവിടെ? അപ്പോൾ ലോകത്തിന്റെ അവസാനം എവിടെയെന്ന് ചോദിച്ചാൽ, എടോ അത് എന്തെങ്കിലും ഉണ്ടായോ? ഉണ്ടായില്ല. ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഉണ്ടായിട്ടില്ലാത്തതിന്റെ അവസാനം എവിടെയെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ കാര്യമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, കഴിഞ്ഞ അധ്യായത്തിൽ പ്രപഞ്ചം പരമേശ്വരനിൽ നിന്ന് സങ്കല്പം കൊണ്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞു. ഇവിടെ പറയുന്നു എന്നാണ്, ഉണ്ടായിട്ടേ ഇല്ല, അത് നശിക്കുന്നുമില്ല. അപ്പോ ഉൽപ്പത്തിയും ലയവും ഉണ്ട് പ്രപഞ്ചത്തിന് എന്ന വാദത്തെ ഇവിടെ നേരെ അപവാദിക്കുകയാണ് ചെയ്യുന്നത്.
ഉത്പത്തി ലയോർനാസ്തി തത്പരം ബ്രഹ്മ നേതര. മറ്റൊന്നിനുമില്ല ഗുണം. ഉത്പത്തിയും ലയവും ഇല്ലാത്തത് എന്ന സ്വഭാവവിശേഷം ബ്രഹ്മത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ താഴെ അറ്റത്ത് കിടന്ന അതേ വാദത്തിനെ തലതിരിച്ച് പിടിച്ചപ്പോൾ അങ്ങ് മുകളിലെത്തി. ഞാൻ പറഞ്ഞ് നാരായണ ഗുരുവിന്റെ ട്രപ്പീസുകളിൽ, യുക്തിവിചാരത്തിലെ ട്രപ്പീസുകളിൽ അത് ഏറ്റവും വ്യക്തമായിട്ട് കാണാവുന്നത് ഈ അപവാദ ദർശനത്തിലാണ്. ശിവോത്പത്തിലയോർനാസ്തി തത്പരം ബ്രഹ്മണേതരം. പിന്നീട് സ്വസ്തിഷ്ഠ ലയോർനാസ്തി ഭവതി ആത്മനി മായ. ആത്മാവിൽ മായ കൊണ്ട് മാത്രം ഉണ്ടെന്ന് തോന്നുന്നതാണ് ഈ ഉത്പത്തിയും ലയവും. രസ്യോത്പത്തിൽ ലയോർനാസ്തി തത്പരം ബ്രഹ്മനേതരം. ബ്രഹ്മത്തിന്റെ കാര്യം വിട്ടിട്ട് ഉടനെ ആത്മാവിന്റെ കാര്യം പറയുന്നു. അപ്പോൾ ആത്മാവിന്റെയും ബ്രഹ്മത്തിന്റെയും അനന്യത അവിടെ ഗുരു ഉറപ്പിക്കുകയും ആണ് ചെയ്യുന്നത്. ബ്രഹ്മത്തിന്റെ കാര്യമല്ലേ പറഞ്ഞു. ഉടനെ അടുത്ത് അതേ ശ്ലോകത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ ഉത്പത്തിയും ലയവും ഉണ്ടെന്ന് ബ്രഹ്മത്തിൽ തോന്നുകയാണ് എന്നല്ലേ പറയേണ്ടത്. ആത്മാവിൽ തോന്നുകയാണെന്നല്ലല്ലോ. പിന്നെയോ ആത്മാവ് എന്നതും ബ്രഹ്മം എന്നതും രണ്ടല്ല. അപ്പോ ആത്മാവിനെയും ബ്രഹ്മത്തെയും രണ്ടായി കാണാതെ ഒന്നായി കണ്ടുകൊണ്ട് അതിനെയും നമ്മൾ യുക്തിപരമായി ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും സാധിക്കില്ല. ഏതാണ് ബ്രഹ്മവും ആത്മാവും ഒന്നാണ് എന്ന് അനുഭവിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. അതേസമയം അതിനെ യുക്തിപൂർവ്വം ചിന്തിക്കാൻ വലിയ ബുദ്ധിമുട്ടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അറിവിന്റെ വ്യാപ്തി എത്ര എന്ന് ചിന്തിച്ചെത്തുമ്പോൾ അത് അഖണ്ഡമാണ് എന്ന് നമ്മൾക്ക് സ്വയം ബോധ്യപ്പെടുന്നു. ആ അഖണ്ഡമായതിനെ തന്നെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. അപ്പോ ആത്മാവിന്റെ ആത്മാവാകുന്ന എന്റെ ബോധത്തിന്റെ വ്യാപ്തി എത്രയുണ്ട് എന്ന് അന്വേഷിച്ചപ്പോൾ അത് അഖണ്ഡമാണെന്ന് കണ്ടു. അഖണ്ഡത്തിൽ തന്നെയാണ് ബ്രഹ്മമെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ആത്മാവും ബ്രഹ്മവും തമ്മിലുള്ള അഭേദത യുക്തിപൂർവ്വം സ്ഥാപിച്ചെടുക്കേണ്ട ഒന്നല്ല, മറിച്ച് ആനുഭൂതികമായി അറിഞ്ഞെത്തേണ്ടതാണ്. ഓം പൂർണ്ണമുദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.